നാം പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളുടെ മുൻപിൽ തകർന്ന ഹൃദയത്തോടും നുറുങ്ങപ്പെട്ട മനസ്സോടും കൂടി മനുഷ്യരെ, അധികാരികളെ സമീപിക്കുമ്പോൾ പലപ്പോഴും നമുക്കതിൻ്റെതായ നിലവാരത്തിൽ ഒരല്പം പോലും കരുണ മനുഷ്യരാരും നമ്മളോട് കാണിക്കാറില്ല. നാം ഹൃദയം തകർന്ന് നിലവിളിക്കുമ്പോഴും മൃഗീയമായ നിലവാരത്തിൽ തിരിഞ്ഞു നോക്കാതെ പോകുന്ന എത്രയോ അധികാരികൾ ഈ ലോകത്തിനകത്തുണ്ട്. നമുക്ക് ചുറ്റുപാടും അങ്ങനെയുള്ളവർ നമ്മുടെ മുൻപിൽ അപ്രകാരം പെരുമാറുമ്പോഴും ദൈവം നമ്മോട് പറയുന്നു, യെരുശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായി കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവന് ഉത്തരം അരുളും. മനുഷ്യൻ നമ്മുടെ നിലവിളി കേൾക്കുമ്പോൾ, മനുഷ്യൻ നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ കരുണ കാണിച്ചില്ലെങ്കിലും ദൈവം നമ്മളോട് പറയുന്നു, ഇനി നിശ്ചയമായി ദൈവം നമ്മളോട് കരുണ കാണിക്കും. നമ്മുടെ കണ്ണുനീര് കണ്ട് നിലവിളി തുടങ്ങുമ്പോൾ തന്നെ ദൈവം നമുക്ക് ഉത്തരം തരും. നമുക്കറിയാം, അനീതിയുള്ള ന്യായാധിപൻ്റെ അടുക്കൽ തൻ്റെ കാര്യം സാധിക്കുവാൻ ചെല്ലുന്ന വിധവയായൊരു സ്ത്രീ ഇടവിടാതെ തൻ്റെ ആവശ്യം ബോധിപ്പിച്ച് കരയുന്ന ഒരു മാതാവ്. പക്ഷേ എന്നാൽ ആ അനീതിയുള്ള ന്യായാധിപനും അവസാനം തൻ്റെ ഹൃദയത്തിൽ ഇപ്രകാരം പറയുന്നു, ഇനി ഞാൻ എഴുന്നേറ്റ് കാര്യം സാധിപ്പിക്കാതിരുന്നാൽ ഇവളെൻ്റെ മുഖത്തടിക്കും. ദൈവം നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യം, ഈ ലോകത്തിൽ അനീതിയുള്ള ഒരു ന്യായാധിപൻ ഇപ്രകാരം ചെയ്യുന്നു എങ്കിൽ ദൈവമോ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും തക്ക സമയത്ത് എഴുന്നേറ്റ് പ്രതിക്രിയ ചെയ്യും. അതേ പ്രിയരെ, നമുക്ക് വേണ്ടി നമ്മുടെ കണ്ണുനീരിൻ്റെ നടുവിൽ മനുഷ്യൻ്റെ കരങ്ങൾ, വൈദ്യശാസ്ത്രത്തിൻ്റെ കരങ്ങൾ, നന്മയുടെ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നവരുടെ കരങ്ങൾ ദൂരത്താണെങ്കിൽ പോലും, കരുണ കാണിച്ചില്ലെങ്കിൽ പോലും സ്വർഗീയ ദൈവം നമ്മോട് പറയുന്നു, ആ ദൈവത്തിൻ്റെ കരുണ, ആ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും. ദൈവം നമ്മോട് പറയുന്നത്, നോ മോർ ക്രൈ. നിങ്ങൾ ഒരിക്കലും പിന്നെ കരയേണ്ടി വരത്തില്ല, പിന്നെ ലജ്ജിക്കേണ്ടി വരത്തില്ല. നമ്മുടെ മുഖം താഴുവാൻ അനുവദിക്കാത്ത ദൈവം, നമ്മുടെ കണ്ണുകൾ നിറയുവാൻ അനുവദിക്കാത്ത ദൈവം. ഈ ലോകത്തിലെ ഒരു സ്നേഹനിധിയായ പിതാവ് തൻ്റെ മകനോ തൻ്റെ മകളോ കരഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഈ സ്വർഗീയ പിതാവ് അതിനനുവദിക്കുമോ? തിരുവചനം പറയുന്നു, ആ ദൈവത്തിന് നിശ്ചയമായി നമ്മോട് കരുണ തോന്നും. എന്തുകൊണ്ടാണ് കരുണ ഇതിനു മുൻപ് കാണിക്കാത്തത്? നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ പ്രിയമുള്ളവരെ ഏറ്റുപറയുവാനും ഉപേക്ഷിക്കുവാനും തയ്യാറായി ദൈവം മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ നിശ്ചയമായി നിങ്ങളോട് കരുണ കാണിക്കും. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവം പൂർണ്ണമായി നമ്മുടെ കണ്ണുനീര് തുടയ്ക്കും. ഇനി കരഞ്ഞുകൊണ്ടിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. പരിശുദ്ധാത്മാവ് നമ്മളെ തൊടും, നമ്മളെ അനുഗ്രഹിക്കും. ഈ കണ്ണുനീർ ദൈവം തുടയ്ക്കും. ഒരു മനുഷ്യൻ തുടച്ചാൽ പിന്നെയും കണ്ണുനീര് വരും. ദൈവം പറയുന്നു, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിശ്ചയമായി എനിക്ക് കരുണ തോന്നും. ആ കരുണ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നീ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.